ഒരുപാട് മിസ് ചെയ്തേട്ടോ നിന്നെ. 2 minutes ഉമാർ എങ്ങനെ അറിഞ്ഞു ഞാൻ വന്നെന്ന്? എനിക്കറിയാൻ വയ്യ. നീ എങ്ങനെ അറിഞ്ഞു? എന്റെ ഭാര്യ പോലും അറിയിക്കാതെ വന്നതാണ്. അജിനെ ആശിറിന് ഭയങ്കര വിഷമം, നീ അവനെ മൈൻഡ് ചെയ്തില്ല വന്നിട്ട്. ആശിറിനല്ല, നിന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അന്നൊന്നും ആ ശുണ്ടിക്കൊരു കുറവില്ല കള്ളൻ. നീ അമ്മയുടെ ദേഷ്യപ്പെടണ്ടായിരുന്നു. എടാ ഇന്നേ വരെ ഒരു ആവശ്യങ്ങൾക്കല്ലാതെ യവന്മാർ എന്നെ ഒന്നിനും വിളിച്ചിട്ടില്ല. അതൊക്കെ നീ അളിയാ. അവനൊരു പിണക്കവും ഇല്ല കേട്ടോ. അവന് നിന്റെ അടുത്ത് എന്തൊരു പിണക്കാം. ഞാൻ പിണങ്ങിട്ടില്ല കേട്ടോ. പിന്നെ വിനായകൻ നിനക്ക് സുഖം തന്നെ? പെട്ടിയിലെന്താ? പെട്ടിയിൽ ഞാൻ ഗൾഫിൽ വെച്ച് തിന്ന പിസ്തേര തോടുകൾ ഇവിടെ കളയാൻ വന്നു. പോടാ തമാശ. പെട്ടിയിൽ എന്തോ ആവട്ടെ, നീയൊക്കെ എന്നെ ലാസ്റ്റ് വിളിച്ച എന്തോ കാര്യത്തിനാ? ഓണപ്പിരിവ്, അപ്പച്ചനെ മോളെ നൂലെട്ടിലെ പിരിവ്, പെരുന്നാൾ പിരിവ്, ഇതൊക്കെ നിന്റെ അടുത്തല്ല. പിന്നെ ഈ ജോലി ഇല്ലാത്തവരോട് ചോദിക്കണോ? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നീയൊക്കെ എന്റെ സുഖമാണെന്നൊന്നും ചോദിച്ചിട്ടുണ്ടോ? സുഖമാണോ? എടാ അതൊക്കെ ദാ യവൻ എന്നും രാത്രി എന്നെ വിളിക്കും. എന്റെ ഭാര്യ പോലും എന്നെ വിളിക്കാറില്ല, പക്ഷെ യവൻ വിളിക്കും. പെട്ടിക്കകത്ത് ഞങ്ങൾക്കുള്ളത് വല്ലതുണ്ടോ? നിങ്ങൾക്കൊക്കെ ഒരു തേങ്ങയില്ല. ഇതെന്റെ വിനായനുള്ളതാ. നീയൊക്കെ നോയിച്ചു വിട്ടതേ പറഞ്ഞോളൂ. ആരാണെന്ന് എനിക്കും അറിയില്ല. എടാ ഞാൻ പോയേ നിനക്കുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരാം. ഇത്രയൊക്കെ വാങ്ങിക്കാൻ നിന്റെ പൈസ ഉണ്ടായിരുന്ന? ഞാൻ നമ്മളെ ഖത്തറിലെ റവാബി ഹൈപ്പർ മാർക്കറ്റിനല്ലേ മേടിച്ച. റവാബി ഞാൻ കേട്ടിട്ടുണ്ട്. റവാബിലാകുമ്പോ നല്ല അഫോർഡബിൾ പ്രൈസിൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് കിട്ടും. അതുമല്ല ഓരോ ദിവസം ഓരോ പ്രൊഡക്ട്സിനൊക്കെ റവാബിൽ ഓഫർ ഉണ്ട്. അപ്പൊ ഞാൻ ഇനി ഖത്തറിൽ പോയാലും ഞാൻ റവാബിനെ മേടിക്കുള്ളൂ. അല്ല നീ അവളുടെ അടുത്ത് പറയാതെ നാട്ടിൽ വന്നത്? അത് അവൾക്കൊരു സർപ്രൈസ് ആയിരുന്നു. എന്നിട്ട് അവൾ ഇതുവരെ കഥ പറഞ്ഞില്ലേ? അവളിവിടെ ഇല്ല, ഞാൻ സർപ്രൈസ് ആയി.